കുട്ടികൾക്കായി ജീവിതം സമർപ്പിച്ച പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ കാഞ്ഞങ്ങാട്ടെ ഡോക്ടർ എ.സി. പത്മനാഭന് അമ്പലത്തറ സ്നേഹവീടിന്റെ സമാദരം. ജനകീയ ഡോക്ടറുടെ ജന്മദിനം കൂടി മുൻനിർത്തിയായിരുന്നു സ്നേഹോഷ്മളമായ പരിപാടി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. പലവിധ രോഗപീഠകളാൽ വലയുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധനും വിസ്മയകരമായ വ്യക്തിത്വത്തിനുടമയുമായ ഡോക്ടർ എ.സി. പത്മനാഭൻ്റെ അതുല്യവും അമൂല്യവുമായ സേവനം കണക്കിലെടുത്താണ് അമ്പലത്തറയിലെ സ്നേഹവീട് ഇദ്ദേഹത്തിനായി സമാദരം ഒരുക്കിയത്. സേവനം സാധനയാക്കിയ ഡോക്ടറുടെ ജന്മദിനം കൂടി മുൻനിർത്തിയായിരുന്നു പരിപാടി. 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ട് ഐ വാസ് ഇംപ്രസ്ഡ്, വെരി ഇംപ്രസ്ഡ് ഫോർ ദ വേ ദേ വർ കണ്ടക്ടിങ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തോട്ട് സംതിങ് വി ഷുഡ് ഡു സംതിങ് ഇന്നോവേറ്റീവ്. ഇത് IAP ഞാൻ കഴിഞ്ഞ ഈ ജനുവരിയിലാണ് IAP പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം ഐ തോട്ട് വി ഷുഡ് ഡു സംതിങ് ഫോർ ദ സ്നേഹവീടിന് എന്തെങ്കിലും ചെയ്യണമെന്ന് വേണ്ടിയിട്ട്. ആസ് എ ബിഗിനിങ് ന്യൂറോ ഡൈവേഴ്സിറ്റി ഡിസോർഡർ, ഓട്ടിസം അതിൻ്റെ ഭാഗമാണ്. അതിനെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. അപ്പം ഫസ്റ്റായിട്ട് ഇനീഷ്യലി ഓൺ ദ ഒക്കേഷൻ ഓഫ് ഐ തോട്ട് ലൈക്ക് സെലിബ്രേറ്റിംഗ് മൈ ഫാദേഴ്സ് 84th birthday. We'll start with initially a medical camp. Then further on, we should combine IAP activities with സ്നേഹവീട്. പിതാവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് പത്മനാഭൻ ഡോക്ടറുടെ മകനായ ഡോക്ടർ സച്ചിൻ പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സ്നേഹവീട്ടിലെ കുട്ടികൾക്കായി സൗജന്യ ഹെൽത്ത് ക്യാമ്പ് നടത്തി. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സംഗമ നിമിഷങ്ങളായി മാറിയ പരിപാടിയിൽ മുനീസ അമ്പലത്തറ അധ്യക്ഷയായി. ആദരവ് ഏറ്റുവാങ്ങിയ ഡോക്ടർ എ.സി. പത്മനാഭൻ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സ്നേഹം പാലിയേറ്റീവ് രക്ഷാധികാരി വി. മാധവൻ നായർ, IAP പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ സച്ചിൻ പത്മനാഭൻ, IAP ട്രഷറർ ഡോക്ടർ പ്രവീൺ കെ. അറോറ, പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് അംഗം C. കൃഷ്ണകുമാർ, P. അപ്പക്കുഞ്ഞി, മാധവി കാനം, KP കൃഷ്ണൻ, പുരുഷോത്തമൻ ഗുരുവരും എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് K. പീതാംബരൻ സ്വാഗതവും അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.